നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മ്യൂസിയം പോലീസ്. അറസ്റ്റടക്കമുള്ള നടപടികൾ വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും. ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. മേഘന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘന, പോലീസിന്റെ തുടർന്നുള്ള നീക്കം എങ്ങനെയാണ് മേഘന? റിജിത്ത്, ഇതിൽ പ്രധാനമായും ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കേസാണ്. അതിൽ ഇന്നലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഈ കൃഷ്ണകുമാറും മകളും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലെ 3 ജീവനക്കാരും വന്നിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ മ്യൂസിയം SHOയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ പ്രധാനമായും ഈ പോലീസ് അന്വേഷണം നടക്കുന്നത് 2 പരാതികളുടെയും അടിസ്ഥാനത്തിൽ. അതായത് ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തിരിക്കുന്നത് ഈ ജീവനക്കാരികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പക്ഷേ കൂടുതൽ അന്വേഷണം നടത്തിയതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ. അത് അറസ്റ്റ് ആവശ്യമെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും നീങ്ങുക കൂടുതൽ അന്വേഷണത്തിന് ശേഷമായിരിക്കും എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത് ഈ ജീവനക്കാരികളുടെ UPI ID അടക്കമുള്ളവ കേന്ദ്രീകരിച്ച അന്വേഷണം, അതുപോലെ തന്നെ ഈ കൃഷ്ണകുമാറിന്റെ അമ്പലമുക്കിലെ വീട്, അതുപോലെ തന്നെ ഈ ദിയ കൃഷ്ണയുടെ ജവഹർ നഗറിലെ ഫ്ളാറ്റ്, ഇവിടങ്ങളിലാണ് ഈ ജീവനക്കാരികളെ എത്തിക്കുകയും അവർ ഒരു കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഒരു ചോദ്യം ചെയ്യലിന് വിധേയരാക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഇവിടത്തെയും ഈ OBOC എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ ഈ മ്യൂസിയം SHOയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. അത് 2 പരാതികളുടെയും അടിസ്ഥാനത്തിൽ, അതായത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ പ്രധാനമായും ഈ കൃഷ്ണകുമാറിന്റെ ആരോപണം എന്ന് പറയുന്നത് 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ്. അതിൽ ഈ QR കോഡ് തട്ടിപ്പാണ് നടന്നത്. ഈ സ്ഥാപനത്തിന്റെ QR കോഡ് കൊടുക്കാതെ ഈ ജീവനക്കാരികളുടെ QR കോഡ് ഉപയോഗിച്ച് പണം എടുത്തു, അതുപോലെ തന്നെ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. അത് അവരറിയാൻ വൈകി എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ കൃഷ്ണകുമാറിന്റെ കുടുംബം പറയുന്നു, ദിയ കൃഷ്ണ പറയുന്നു. പക്ഷേ ഈ ജീവനക്കാരുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവർ ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ദിയ കൃഷ്ണ തന്നെയാണ് ഈ QR കോഡ് വഴി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയതെന്ന് ഈ ജീവനക്കാരികൾ പറയുന്നു. അതുപോലെ തന്നെ ജാതി അധിക്ഷേപം നടത്തി മർദ്ദിച്ചു അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ജീവനക്കാരികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 പരാതിയുടെയും അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം നടക്കുക. അതുപോലെ തന്നെ ഇന്നലെ തന്നെ കൂടുതൽ ദൃശ്യങ്ങൾ, അതിൽ ഈ കൃഷ്ണകുമാറിന്റെ കുടുംബം ആവർത്തിച്ചു പറയുന്നത് തങ്ങൾക്ക് തെളിവുകളുണ്ട്. അതായത് ഇങ്ങനെ ഈ ഒരു സംഭവം നടന്നതിന് ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആരോപണത്തിനടക്കം അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ വീട്ടിലും ഫ്ളാറ്റിലും ഒക്കെ വിളിച്ചു വരുത്തി ഈ ജീവനക്കാരികളെ ചോദ്യം ചെയ്തതിലടക്കം തങ്ങൾക്ക് തെളിവുകളുണ്ട് തങ്ങളുടെ പക്കൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതൽ ദൃശ്യങ്ങളും ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ കുടുംബം പുറത്തുവിടുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ ജീവനക്കാരികൾ ഈ പണം എടുത്തു, QR കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തു എന്നുള്ളത് സമ്മതിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ദൃശ്യങ്ങളുടെ പിറകിൽ എന്താണ് എന്നുള്ളത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകാനുണ്ട്. എന്നാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിൽ ഈ QR കോഡ് വഴി പണം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയത് ഓഗസ്റ്റ് മുതലാണ് തട്ടിപ്പ് നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അത് സമ്മതിക്കുന്നതാണ്. ഈ ദിയ കൃഷ്ണയുടെ അമ്മയായിട്ടുള്ള സിന്ധു കൃഷ്ണയാണ് ഈ YouTube ചാനൽ വഴി ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഈ 40,000 രൂപ വരെ തട്ടിയെടുത്തിട്ടുണ്ട്. അത് ഈ 3 ജീവനക്കാരികളും കൂടി വീതം വെച്ചു എന്ന കാര്യങ്ങളടക്കം സമ്മതിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ഈ കൂടുതൽ ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ UPI രേഖകൾ, അതുപോലെ ഈ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം നടക്കുക. അതിനുശേഷം മാത്രം, അതായത് ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തിരിക്കുന്നത് ഈ 3 ജീവനക്കാരികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. മേഘന, ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള സാഹചര്യമുണ്ടോ? അത്തരത്തിലുള്ള തീരുമാനത്തിലേക്കൊക്കെ കടക്കുന്നുണ്ടോ? പ്രവിത, അതിൽ പ്രധാനമായും ഈ പോലീസിന്റെ തുടർ നടപടികൾ നമുക്ക് കൂടുതൽ വ്യക്തമാകാനുണ്ട്. അതിൽ ഈ ഒരു സംഭവത്തിൽ വ്യക്തത വരുത്താൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. അതിൽ ഇപ്പോൾ മ്യൂസിയം SHOയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള ഒരു സാധ്യത, കാരണം ഇത് കൂടുതൽ വിവാദമായ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അത് എന്താണ് പോലീസിന്റെ തുടർ നടപടി, എങ്ങനെയാണ് പോലീസിന്റെ അന്വേഷണം പോകുക എന്ന കാര്യത്തിലടക്കം നമുക്ക് കൂടുതൽ അറിയാനുണ്ട്, അത് കൂടുതൽ ഉറപ്പുവരുത്താനുണ്ട്. എന്തായാലും ഇപ്പോൾ മ്യൂസിയം SHOയുടെ പ്രതികരണം അനുസരിച്ച് ഇന്നും അറസ്റ്റ് ഉണ്ടായേക്കില്ല. അതായത് ഈ കേസിൽ എന്തെങ്കിലും തരത്തിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഈ കൃഷ്ണകുമാറിനെതിരെ അടക്കം ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പക്ഷേ പെട്ടെന്ന് എടുത്തു ചാടിയ ഒരു അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ തുടർ നടപടികളിലേക്കോ പോലീസ് പോകില്ല. മറിച്ച് ഈ 2 കേസുകളുടെയും 2 കേസുകളാണ് ഇതിൽ പോലീസ് എടുത്തിരിക്കുന്നത്. ഒന്ന് കൃഷ്ണകുമാറിന്റെ പരാതിയിലെടുത്ത കേസാണ്, മറ്റൊന്ന് ഈ ജീവനക്കാരുടെ പരാതിയിലെടുത്ത കേസാണ്. ഇതിൽ വിവരശേഖരണത്തിലേക്ക് പോലീസ് ഇതിനോടകം കടന്നിട്ടുണ്ട്. UPI ഇടപാട്, അതിന്റെ വിവരങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.